ഇന്ന് ചാനൽ ടൺ എത്തി നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രതിഷേധങ്ങളും നിരവധിയായ പരാതികളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. 2022 ആരംഭിച്ച ഈ ഒരു കെട്ടിടത്തില് മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന ആരോപണവുമായിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ ഒരു സമരം നടത്തിയതാണ്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് ഒരു നിരാഹാര സമരവുമായിക്കൊണ്ട് വിദ്യാർത്ഥികൾ രംഗത്ത് വരികയാണ്. 4 വർഷത്തോളമായിക്കൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പരാതിയുമായാണ് വിദ്യാർത്ഥികൾ നിലവിൽ രംഗത്ത് വരുന്നത്. അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ നശിച്ചു പോകുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ ഭാവി തന്നെയാണ് എന്ന വലിയ ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വരികയാണ്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ചിട്ടുള്ള സൂചനാ നിരാഹാര സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ അവകാശങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ സമരങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്നത്. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ സമരത്തിന് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികൾ കൂടെയുണ്ട്. കാലങ്ങളായി നിങ്ങൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സമരം തുടക്കമെന്ന രീതിയിലാണ് തുടർന്നുള്ള സമര പരിപാടികൾ എങ്ങനെയാണ്? 2022 സ്ഥാപിതമായ ഒരു കോളേജാണിത്. അന്ന് മുതൽ അനുഭവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അപ്രാപ്യമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ സമരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 2022 തുടങ്ങിയ കോളേജാണിത്. അതിനുശേഷം വന്ന ഓരോ കോളേജുകൾക്കും ഇതല്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടമില്ല എന്നുള്ളതാണ്. 2022 ശേഷം 2023 പുതിയൊരു സ്ഥലം ചെരണി എന്ന് പറഞ്ഞ അടുത്തുള്ള ഒരു സ്ഥലം ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് ഞങ്ങൾ അറിഞ്ഞത് ആ സ്ഥലം ചെരിവുള്ളത് കാരണം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ ഇല്ല. അത് കോളേജിന് ആ സ്ഥലം കോളേജ് പണിയാൻ ആ സ്ഥലം ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാലം ഒരു കോളേജ് കെട്ടിടം ലഭിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരായി? അത് മാത്രമല്ല, ഹോസ്റ്റൽ സൗകര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേർ MBBS താമസിക്കുന്ന മുറിയിൽ 6 പേർ തിങ്ങിക്കൂടിയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരടയ്ക്കുന്ന അതേ ഫീസും എസ്റ്റാബ്ലിഷ്മെന്റും വെൽഫെയറും ഒക്കെ അടച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ. ഈ ഗ്രാൻസ് പോലും കൃത്യമായി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അത്രയേറെ കഷ്ടപ്പെട്ടാണ് ഈ ഫീസ് അടച്ച് ഇവിടെ പഠിക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും അവസാന വർഷ വിദ്യാർത്ഥികളാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് പോലുള്ള ഔട്ട് പോസ്റ്റിങ്ങുകൾ ഞങ്ങൾക്കുണ്ട്. ബസ് എന്ന് പറയുന്ന ഒരു കോളേജിന്റെ അടിസ്ഥാന സൗകര്യമാണ്. ഇന്ന് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിലും ബസ് വരും എന്ന് പറയുന്നതല്ലാതെ അതിന് പ്രായോഗികമായിട്ട് ബസ് എന്നൊരു ഞങ്ങളുടെ സ്വപ്നം നാമാവശേഷമായിട്ട് മാത്രം അവശേഷിക്കുകയാണ് ഇന്നിവിടെ. പിന്നെ ടീച്ചർമാരെ എടുക്കുകയാണെങ്കിൽ 240ഓളം, കൃത്യമായി പറയുകയാണെങ്കിൽ 233ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഉൾപ്പെടെ കേവലം 7 സ്ഥിര തസ്തികയിലുള്ള അധ്യാപകർ മാത്രമാണുള്ളത്. ക്ലിനിക്കൽ പ്രാക്ടീസും അതുപോലെ തന്നെ ലാബും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ അധ്യാപകർക്ക് പോലെ തന്നെ ഞങ്ങൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ പുതിയതായിട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി മുഴുവൻ വിദ്യാർത്ഥികളും പുറത്താണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഇല്ല, കോളേജ് ഇല്ല. ബോർഡ് മാത്രം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിനെ പേരിന് എല്ലാ ബോണ്ടഡ് ലെക്ചേഴ്സിനെ 6 മാസം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നുവിട്ടത് കൊണ്ടോ ഇതൊരു കോളേജ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? INC അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ ഭാവി പന്തിലാടുന്നതല്ലേ ചെയ്യുന്നത്? എന്തിനാണ് ഈ കോളേജിൽ ബോർഡ് വെച്ച ഒരു പ്രഹസനം? ഞങ്ങൾക്ക് വേണ്ടത് ഔദാര്യമല്ല, ഞങ്ങൾക്ക് വേണ്ടത് അവകാശങ്ങളാണ്. വളരെ പരിമിതമായ സാഹചര്യത്തിലാണല്ലോ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് താമസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം അധികാരികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണ്? അതായത് ഞങ്ങൾ 2022 ഈ കോളേജ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ജൂനിയേഴ്സ്, അതായത് ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. അപ്പൊ 2023 ബാച്ച് വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങണം,
എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ പറയും ബസ് വന്നിട്ടുണ്ട്, ബസ്സിനുള്ള പേപ്പർ റെഡി ആയിട്ടുണ്ട്, ഇത്ര ടീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്, അതിനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്, അതെല്ലാം ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നത്തേക്ക് ഈ തവണ സമരം ചെയ്യേണ്ട, നിങ്ങൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാണ് 4 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് 2022 തുടങ്ങിയ ബാച്ചുകാര് ഇറങ്ങാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ടും ഇതുവരെ വരുമെന്ന് പറഞ്ഞ ബസ് വന്നിട്ടില്ല, വരുമെന്ന് പറഞ്ഞ പെർമനന്റ് ടീച്ചേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും 7 ടീച്ചേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. 7 പെർമനന്റ് ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ബാക്കിയെല്ലാം ബോണ്ടിനും ഡെയിലി വേജസിനായിട്ടൊക്കെ കയറിയതരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിക്കാണ് വേണ്ടത്. അതിന് ആ റിക്വയർമെന്റ്സ് ഇത് ചെയ്യണതോ അല്ലെങ്കിൽ ആ രീതിക്കുള്ള ക്ലാസ് റൂമോ ഫെസിലിറ്റീസോ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇപ്പോഴെങ്കിലും ഞങ്ങൾ സമരം തുടങ്ങാണ്ട് എപ്പോൾ സമരം തുടങ്ങണമെന്നാണ് പറയുന്നത്. എല്ലാ ആരോഗ്യമന്ത്രി ആയാലും എത്ര മന്ത്രി ആയാലും ഏത് കളക്ടർ ആയാലും എല്ലാവരും നടത്തിത്തരാം എന്ന് പറയുന്നതല്ലാണ്ട് എവിടെ നടത്തി തന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം തുടങ്ങിയ കുറച്ച് കോളേജുകളുണ്ട്, വേറെ ഗവൺമെന്റ് കോളേജുണ്ട്, ഞങ്ങൾക്ക് ശേഷം തുടങ്ങിയ ഗവൺമെന്റ് കോളേജുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം 14 ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ കിട്ടിയ ഒരു സൗകര്യം പോലും ഈ മഞ്ചേരി നഴ്സിംഗ് കോളേജിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഹോസ്റ്റൽ സൗകര്യം പറയുമ്പോൾ MBBS തരുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവര് തരുന്നത് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവരെ ഞങ്ങൾ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫെസിലിറ്റീസ് ഇല്ലായ്മയിൽ ഞങ്ങളെ കൂടെ അവർ കെയർ ചെയ്യാനേ നോക്കുന്നുള്ളൂ. അവര് നിൽക്കുന്ന 3 പേര് നിൽക്കുന്ന ഒരു റൂമിലാണ് ഞങ്ങൾ 6 പേര് നിൽക്കുന്നത്. അവര് വാങ്ങുന്ന അതേ ഫീസ് തന്നെയാണ് ഞങ്ങളും വാങ്ങുന്നത്. അപ്പൊ ഒരു റൂമിൽ നിന്ന് കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് നഴ്സിംഗുകാരുടെ റൂമിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു ചെയർ ഇല്ല, വച്ചെഴുതാൻ ഒരു ഡെസ്ക് ഇല്ല. ഞങ്ങൾക്ക് ആകെ അവർ തന്നത് ഒരു റൂം മാത്രമാണ്. അതിനകത്തുള്ള ഡബിൾ ഡെക്കർ കട്ടിലാണ് ഈ 6 കുട്ടികൾ നിൽക്കുന്നത്. ആ ഡബിൾ ഡെക്കർ കട്ടിലിന്റെ പൈസ പോലും കുട്ടികളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ 2025 കയറിയ ബാച്ച് ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് കയറിയ ബാച്ചും 2 വർഷമായിട്ട് പുറത്ത് നിന്നതിന് ശേഷമാണ് ഇവിടെ നമുക്ക് ഹോസ്റ്റൽ റെഡി ആയിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വേണം ഈ 2025 കയറിയ കുട്ടികളെ ഈ ഹോസ്റ്റലിലോട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുമ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു കോളേജ് വരുമെന്ന് ഞങ്ങൾക്ക് എഴുതി വാങ്ങണം, എന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്നുള്ളത് എഴുതി തരണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. അതായത് 2022 തുടങ്ങിയ കോളേജിൽ ആ വർഷം തന്നെ ഇവിടുത്തെ ഒരു ഹാൾ അല്ലെങ്കിൽ ലെക്ചർ ഹാൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ ലെറ്റർ കൊടുത്തതാണ്. അപ്പൊ ലെറ്റർ വാങ്ങിച്ച് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ നിർത്തി. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വേറൊരു ഉദ്ഘാടനത്തിനും വന്നിട്ടുണ്ടായിരുന്നു, മന്ത്രിമാര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ലെറ്റർ കൊടുത്തു, എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു നിന്നു. പിന്നെ ഒരു 2023 കാലമായപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് തിരുവനന്തപുരത്ത് പോയി കണ്ടിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഒരു 3-4 കുട്ടികൾ സ്വന്തം ചെലവിൽ സ്വന്തം റിസ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ സെക്രട്ടേറിയറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. എല്ലാ ലെറ്ററും വാങ്ങിച്ചു വച്ചു എന്നല്ലാണ്ട് ഇതുവരെ നമുക്ക് ഒരു അനുകൂലമായ മറുപടി ഇട്ടിട്ടില്ല. അപ്പൊ എല്ലാം ശരിയാക്കി തരാം, നിങ്ങൾക്ക് സ്ഥലം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഫയൽ നീങ്ങുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് ഇത്ര വർഷമായിട്ട് നമുക്ക് ഇതുവരെ എവിടെയാണ് ആ നീക്കം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ നശിച്ചു പോകുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ ഭാവിയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധ നിരാഹാര സമരത്തിനാണ് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്നത്. നിലവിലുള്ള ഈ ഒരു സമരം ഒരു സൂചനാ സമരം മാത്രമാണ്. അധികാരികൾ കണ്ണു തുറക്കും വരെ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് നിലവിൽ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് വിദ്യാർത്ഥികൾ നിലവിൽ സംഘടിപ്പിക്കുന്നത്. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.